കുട്ടികൾ കലയെ യുവജനോത്സവ വേദികളിൽ മാത്രമാക്കി ചുരുക്കരുതെന്ന് ചലച്ചിത്ര നടൻ മോഹൻലാൽ പറഞ്ഞു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. എന്ത് വേഷമിട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ അത്ര താരപ്രഭയുമുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. ആഗ്രഹവും പ്രയത്നവും ആത്മാർത്ഥമാണെങ്കിൽ സാധ്യതകൾ അനന്തമാണെന്നും അവസരങ്ങൾ തേടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയധികം ജീവിതങ്ങളെ കരുപ്പിടിപ്പിച്ചത് യുവജനോത്സവങ്ങളാണ്. ഇന്നും പല സംവിധായകരും സ്കൂൾ യുവജനോത്സവ വേദികളിൽ കലാകാരന്മാരെ തേടി വരാറുണ്ട്. മത്സരവേദികളിലെ ജയപരാജയങ്ങൾ അപ്രസക്തമാണ്. അത് നൽകുന്ന പരിചയമാണ് അമൂല്യം. പങ്കെടുക്കലാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് കൗമാര കലാകാരന്മാർക്ക് തങ്ങളിലെ കഴിവുകളുടെ മാറ്റുരയ്ക്കാൻ ലഭിച്ചിരുന്ന ഒരേയൊരു വേദിയായിരുന്നു കലോത്സവം. മഞ്ജു വാര്യർ, നവ്യ നായർ, ചിത്ര, ജി വേണുഗോപാൽ തുടങ്ങിയ അതുല്യ കലാകാരന്മാരെ നാടിന് സമ്മാനിച്ച വേദിയാണിത്. ഇതിന്റെ സാമൂഹ്യ പ്രസക്തി തിരിച്ചറിഞ്ഞ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.